നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. BJP ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ആ ആവശ്യവുമായി. ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ അടക്കം ആവശ്യം. കാരണം ഈ സംഘാടനത്തിലടക്കം സുരക്ഷയൊരുക്കുന്നതിലടക്കം വലിയ പാളിച്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു BJP അടക്കമുള്ള കക്ഷികൾ എന്നുള്ളതാണ്. ഏതായാലും ഈ BCCI പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുള്ളത്, രാജീവ് ശുക്ല സെഡ് കർണാടക ഗവൺമെൻറ് ഈ കർണാടക സർക്കാരിനെ മാത്രം ഇക്കാര്യത്തിൽ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. BCCI വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ്. ഏതായാലും പോലീസ് ഉണ്ടായിട്ട് പോലും 5000-ഓളം പോലീസുകാരെ ഒരുക്കിയിട്ട് പോലും അത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത് വലിയ തിരക്കുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിന് ഒരു മുൻകൂർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ സർക്കാരിന് ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അത് പ്രതിപക്ഷ പാർട്ടികൾ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അത് വലിയ ആയുധമായി തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇനി ഇപ്പോൾ നിലവിൽ ഈ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാത്രമാണ് ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലീസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, മഴ ഒരു വലിയ തടസ്സമായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആശുപത്രികളിലൊക്കെ എത്തി ഈ പരിക്കേറ്റവരെയും ഒക്കെ സന്ദർശിച്ചിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉപമുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് കമ്മീഷണറുമായി താൻ സംസാരിച്ചിരുന്നു, രോഗികളെ ആശുപത്രിയിലേക്ക് നിലവിൽ പോകുന്നില്ല, ഞങ്ങൾ പരിപാടികൾ നേരത്തെ തന്നെ ഈ വെട്ടിക്കുറച്ചതാണ്, പക്ഷേ ജനങ്ങൾ ശാന്തരായില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അത്തരത്തിൽ BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു, സർക്കാർ കാരണമാണ് ഈ ദുരന്തം സംഭവിച്ചത്, എത്ര പേർ വരുമെന്നോ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടി വരുമെന്നോ അവർക്കൊരു ധാരണയുമില്ലായിരുന്നു, ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളൊരു ആരോപണമാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. ചിന്നസ്വാമിയിൽ നിന്ന് വരുന്ന ധാരണമായ റിപ്പോർട്ട് അത്തരത്തിൽ വലിയ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഈ ദുരന്തത്തിന് കാരണം. അതായത് രാജ്യം മുഴുവൻ ഇങ്ങനെ RCBയുടെ വിജയം ആഘോഷിക്കുമ്പോൾ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഈ വിജയ റാലി നടത്താൻ സംസ്ഥാന സർക്കാർ തിടുക്കം കാണിച്ചത്. അതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ പറയുന്നത്. മുൻകൂർ തയ്യാറെടുപ്പുകളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പ്രധാനമായും ഈ സർക്കാർ ഈ കാര്യത്തിൽ അവർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അകത്ത് പോലീസില്ല, ആംബുലൻസിനെ ഒരുക്കിയില്ല, മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ HD കുമാരസ്വാമിയും ഇത് കൃത്യമായി തന്നെ ഒരു ആസൂത്രണത്തിൻ്റെ അഭാവം, അതായത് ഈ ക്രമീകരണങ്ങൾ മുൻകൂട്ടി ഒരുക്കുന്നതിലടക്കമുണ്ടായ വൻ വീഴ്ച, അതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ പരാജയമാണ് എന്നുള്ള തരത്തിലാണ് JDSൻ്റെ അധ്യക്ഷനായ HD കുമാരസ്വാമിയുടെ വിശദീകരണം വന്നിട്ടുള്ളത്. അങ്ങനെ സർക്കാരിന്, അതായത് ഈ പരിപാടി ഇത്രയുമേറെ ആളുകൾ വരുമെന്നറിഞ്ഞിട്ട് അതിനാവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിലടക്കം വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നതടക്കമുള്ള രൂക്ഷ ആരോപണങ്ങളുമായി BJP എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ പരിപാടി, അതിന് പിന്നാലെ ഈ പരിപാടി നടക്കുകയും ചെയ്തിരുന്നു. വിക്ടറി പരേഡ് റദ്ദാക്കിയെങ്കിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നമുക്ക് ആ ദുരന്തം നടന്ന ഘട്ടത്തിലൊക്കെ കാണാമായിരുന്നു. വിരാട് കോഹ്ലി മാധ്യമങ്ങളോട് അവിടെ സ്റ്റേഡിയത്തിലുള്ള ആരാധകരോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് വിക്ടറി പരേഡ് ഒഴിവാക്കിയത്. അതേസമയം ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആ പരിപാടി നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരാധകർ നമുക്ക് ഈ ആ സമയത്ത് ഏതാണ്ട് ഈ
ആരാധകർ ഈ സ്റ്റേഡിയത്തിൻ്റെ മതിലുകൾക്കും വേലികൾക്കും മുകളിലൂടെയുമൊക്കെ കയറുന്ന കാഴ്ചകളൊക്കെ വന്നിരുന്നു. ഈ നിരവധി ആരാധകരാണ് അത്തരത്തിൽ അവിടെ എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ ലാത്തി ചാർജ് ഈ കവാടങ്ങളിൽ ഇത്തരത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഗേറ്റുകളിലൊക്കെ വലിയ തിരക്കാണ് ഈ ആരാധകർ ഉണ്ടാക്കിയത്. നിരവധി ആരാധകർ ഈ ഗേറ്റുകൾക്ക് സമീപം അല്ലെങ്കിൽ അതിന് മുന്നിലെത്തിയിരുന്നു. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാനായി പോലീസ് ഒരു ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അങ്ങനെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇത്തരത്തിലൊരു തിരക്ക് വരുമ്പോൾ അത് അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മുൻകൂട്ടി അതിന് സുരക്ഷ ഒരുക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് സർക്കാരിനെതിരെ അടക്കം. ഏതായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇക്കാര്യത്തിലുള്ള വിശദീകരണം എന്നുള്ളത് വിശദീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാളിദാസ്. ശരി ആന്റണി, എന്തായാലും സംഭവത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത്. നിലവിൽ മരണം 11 നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുക കൂടിയാണ്. ഇതേ സംബന്ധിച്ച് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വേശ്വരയ്യ മുതൽ ട്രിനിറ്റി സ്റ്റേഷൻ വരെയുള്ള മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. സർക്കാരിന് നേരെ വലിയ രീതിയിൽ വിമർശന ശരങ്ങൾ ഉയരുകയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും. ഒരു മണിക്കൂർ മുമ്പ് പ്രതിപക്ഷ നേതാവ്, കർണാടക പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇതിനെ ചൊല്ലിയാണ്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കൃത്യമായി സംസ്ഥാന സർക്കാരിനാണ് ഇതിന്റെ പൂർണ്ണ ചുമതല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായൊരു ക്രമീകരണം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. ആ ക്രമീകരണം കൃത്യമായി ഒരുക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ കുറവാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആർ അശോക, പ്രതിപക്ഷ നേതാവ്, കർണാടക പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് തന്നെയാണ്, സംസ്ഥാന സർക്കാരിനാണ് ഈ ഒരു ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അത് സമ്മതിച്ചേ മതിയാകൂ എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർന്നിരിക്കുന്നത്. ആന്റണി തന്നെയുണ്ട്. ആന്റണി, നിലവിലെ സാഹചര്യത്തിൽ IPL ഭരണസമിതി, IPL ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഒരു വിക്ടറി പരേഡിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഫൈനലിന് ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന്റെ സംഘാടകർ എന്നുള്ള ചോദ്യമൊക്കെ IPL ഭരണസമിതി തന്നെ ചോദിക്കുന്നു. എന്തായാലും അത്തരത്തിൽ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് തന്നെയല്ലേ? സർക്കാരിനപ്പുറത്തേക്ക് ഈ പരിപാടിക്ക് അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം സംസ്ഥാന സർക്കാർ ഈ പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടാണ് ഈ പരിപാടിക്ക് അനുമതി നൽകിയത്. നമുക്കറിയാം, ഉച്ചയോടുകൂടി ഈ